ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെ സിബിഐയും ഇഡിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. മദ്യനയ അഴിമതി കേസിൽ കോടതിയുടെ അനുമതിയോടെ കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ സിബിഐ അപേക്ഷ നൽകും. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരവിന്ദ് കെജ്രിവാളിന് ഇഡിക്കു പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനെ പുറകെ ഇപ്പോൾ സിബിഐയും. എന്ത് നീക്കമാണ് സിബിഐയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്? അരവിന്ദ് കെജ്രിവാള് ഇഡിയുടെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇഡി കേസിന് സമാനമായിട്ട് നടക്കുന്ന സിബിഐ കേസിന്റെ ഭാഗമായിട്ടും അരവിന്ദ് കെജ്രിവാളിനെ പ്രതി ചേർക്കാനാണ് ഇപ്പോൾ സിബിഐ തീരുമാനിച്ചിരിക്കുന്നത്. സിബിഐയുടെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. റോസ് അവന്യൂ കോടതിയിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് ഹാജരാക്കുന്ന മുറയ്ക്ക് സിബിഐ അവരുടെ കസ്റ്റഡിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ ആവശ്യപ്പെടും. അതോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സിബിഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ ഇഡി അന്വേഷിക്കുന്നത് ഈ സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കള്ളപ്പണ വെളുപ്പിക്കൽ അടക്കമുള്ള ആരോപണങ്ങളിൽ ഉള്ള കേസുകളാണ്. PMLA ആക്ട് പ്രകാരമുള്ള കേസുകളാണ്. അതേസമയം സിബിഐ അന്വേഷിക്കുന്നത് അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ഈ ഭരണ മന്ത്രിസഭയെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അഴിമതി കാട്ടി എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് സിബിഐ കേസിന്റെ ഭാഗമായിട്ട് ഉള്ളത്. നയം മാറ്റുന്നതിന് കോഴ വാങ്ങിക്കൊണ്ടാണ് ഈ നയം മാറ്റിയത്. ആ നയമാറ്റത്തിൽ ഉചിത താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉൾപ്പെടുന്ന താണ് സിബിഐയുടെ പക്കൽ ഉള്ള ആക്ഷേപങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കേസിൽ നടപടി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സിബിഐ തുടങ്ങിയിട്ടുള്ളത്. ഈ കേസിൽ അരവിന്ദ് കെജ്രിവാൾ നിസ്സഹകരിച്ച് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും സിബിഐ വ്യക്തമാക്കും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ഇഡി കസ്റ്റഡിയിൽ ഉള്ള അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിനെ പിന്നാലെ സിബിഐയുടെ നീക്കവും ഇഡിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. രാധാകൃഷ്ണനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ.